ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെയേറെ പുതുമയുള്ളതും നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ പോലും കിട്ടാത്ത സോയ ചങ്ക്സ് കുഴിയപ്പമാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കൂടാതെ കുട്ടികളുടെ സ്നാക്ക് ബോക്സിലേക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു പലഹാരം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കുഴിയപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇതിനെ മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാത്രത്തിലാക്കിയിട്ട് നല്ലപോലെ കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. എങ്ങനെ എടുത്താലും സോയ ചങ്ക്സ് നല്ല വെന്ത് കിട്ടണം. ഇതൊരു 15 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ചേരുവകൾ ഉണ്ടാക്കാം. ഇതിലേക്കായിട്ട് ഒരു ഫ്രൈ പാൻ മീഡിയം ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു. അത് പൊട്ടി വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഗാർലിക്, അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി, കുറച്ച് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, കുറച്ച് ക്യാരറ്റ്, ഒരു ഒനിയൻ ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ചോപ്പ് ചെയ്ത ജിഞ്ചർ ചേർത്തിട്ടുണ്ട്. ജിഞ്ചർ മസ്റ്റാണ്, നല്ല മണം കിട്ടുള്ളൂ. അതിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മറക്കാതെ അത് ചേർക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവിന് വേണ്ടിയിട്ടല്ല കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നേരത്തെ ചൂടുവെള്ളം ഒഴിച്ചു വെച്ച സോയ ചങ്ക്സ് നോക്കാം. സോയ ചങ്ക്സ് നല്ല കുക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആദ്യത്തെ വെള്ളം ഒന്ന് മാറ്റി വേറെ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി ഇതൊക്കെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ കാണിച്ച പോലെ ചെറിയ ബൗൾ നിറയുള്ള ഉഴുന്ന് കുതിർത്തതാണ്. അത് ഒരു 2-3 ടേബിൾ സ്പൂണോളം വരും. അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ ബൗൾ റവയും നേരത്തെ വെള്ളം മാറ്റി വെച്ച സോയ ചങ്ക്സും ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ആദ്യമൊന്ന് അരച്ചെടുക്കേണ്ടത്. ഇനിയും ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. വെള്ളം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത്. സോയ ചങ്ക്സ് ഇവിടെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടുതലാണെന്ന് തോന്നുന്നു. വെള്ളം കൂടിയാൽ കുറച്ചുകൂടെ റവയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർക്കാം. ഇല്ലെങ്കിൽ കൂടുതൽ എണ്ണ അത് വലിച്ചെടുക്കും. ഇനി ഇതിനെ ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ വഴറ്റിയെടുത്ത് ചേർക്കുമ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴറ്റാതെ ചേർക്കുന്നതിനേക്കാളും രുചികരം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ചേരുവകളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം ഇത് അടച്ചൊന്ന് വയ്ക്കണം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി കുഴിയപ്പം ഉണ്ടാക്കാം. ഇതിലേക്കായിട്ട് ഒരു ഉണ്ണിയപ്പച്ചട്ടി ലോ ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണം. നമുക്ക് ഏത് ഓയിലും ഉപയോഗിക്കാം. അതിനുശേഷം ഓരോന്നിലും 3/4 ഭാഗം നിറയുന്നവരെ നിറച്ച് കൊടുക്കണം. ഓരോ ചെറിയ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ കോരി ഒഴിച്ച് കൊടുക്കണം. ഒരു വശം നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ സ്പൂണോ ചോപ്സ്റ്റിക്കോ ഒക്കെ ഉപയോഗിച്ച് കുഴിയപ്പം ഓരോന്നായിട്ട് സാവധാനം മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും ഓരോ കുഴിയപ്പവും ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ കുഴിയപ്പങ്ങളെല്ലാം ചുട്ടെടുത്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്യാൻ മറക്കരുതേ. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ 4 മണി പലഹാരമായിട്ടോ കുട്ടികളുടെ സ്നാക്ക് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമായിട്ടും ഇത് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.